നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ 80 മുതൽ 90% വരെയുള്ള ആൾക്കാരിൽ ഒന്നെങ്കിൽ സ്മാർട്ട് വാച്ച് നേരത്തെ വാങ്ങിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇനി വാങ്ങാൻ പോകുന്നവരോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ സ്മാർട്ട് വാച്ചിനെ പറ്റി നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് മജോറിറ്റി ആയിട്ട് കാണാൻ പറ്റിയ കമ്പനികളാണ് നോയ്സ്, ഫയർബോൾട്ട്, ബോൾട്ട്, ബോട്ട് തുടങ്ങിയ കമ്പനികൾ. ഈ പറഞ്ഞ കമ്പനികളും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഉണ്ടാക്കുന്നത് ഒരൊറ്റ സ്ഥലത്താണ്. ദാറ്റ് ഈസ് ഷെൻസൻ സിറ്റി. സഹൃദയരായിട്ടുള്ള സുഹൃത്തുക്കളെ, ഇങ്ങനെ ടെക്കിഫൈഡിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീഡിയോകൾ ഇടുന്നത്. ഏകദേശം 5 മാസത്തോളമായി നമ്മൾ യൂട്യൂബിൽ ലോങ് ഡ്യൂറേഷൻ ഉള്ള വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഷോർട്സും റീലും ഇട്ടിട്ട് ഏകദേശം 2 മാസത്തോളമായി. എന്തായാലും നമ്മൾ തിരിച്ച് വീഡിയോകൾ ഇടാൻ തുടങ്ങുകയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 മെത്തേഡുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്നെന്നുള്ളത് OEM ഒന്ന് ODM എന്നുള്ളത്. ഇത് രണ്ടും ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉള്ള 2 മെത്തേഡുകളാണ്. ഈ കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് OEM എന്താണെന്നുള്ളതാണ്. ഈ OEM എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എക്വിപ്മെന്റ് മാനുഫാക്ചറർ എന്നുള്ളത്. ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. പ്രീമിയം വാച്ചുകൾ മാനുഫാക്ചർ ചെയ്യുന്ന മിക്ക കമ്പനികളും ഈ OEM എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആക്കി ആപ്പിൾ എടുക്കാം. ഇപ്പം ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചുകൾ ഇത് എങ്ങനെ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, ഇതെങ്ങനെ ഇരിക്കണം, ഇതിൻ്റെ ഡിസൈന്, ഇതിൻ്റെ അകത്ത് ഉള്ള ഫീച്ചേഴ്സ്, കമ്പോണൻസ് ഒക്കെ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ആപ്പിളിൻ്റെ കമ്പനി തന്നെ അവരുണ്ടാക്കും. എന്നിട്ട് ഈ ഷെൻസൻ സിറ്റിയിൽ ഫോക്സ്കോൺ തുടങ്ങിയ കുറേ മാനുഫാക്ചറും അസംബ്ലിയും ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇവരെ സമീപിച്ച് ഈ ബ്ലൂ പ്രിന്റ് കൈമാറും. എന്നിട്ട് പറയും, എനിക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റാണ് വേണ്ടത്, ഇതിൻ്റെ അകത്ത് ഇന്ന കമ്പോണൻസ് വേണം, ഇന്ന ഫീച്ചേഴ്സ് വേണം, ഇത് ഇന്ന ഡിസൈനിലായിരിക്കണം ഇത് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആപ്പിള് ഇവരുടെ ബ്ലൂ പ്രിന്റ് ഫോക്സ്കോൺ പോലൊരു കമ്പനിക്ക് കൈമാറും. എന്നിട്ട് ഫോക്സ്കോൺ കമ്പനി ഈ പ്രൊഡക്റ്റ് അസംബിൾ ചെയ്ത് ആപ്പിളിന് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് OEM എന്നുള്ളത്. അടുത്തത് ODM എന്നുള്ളതാണ് ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറർ. ഇത് ഈ OEMന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ പല പല കമ്പനികൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, നോയ്സ്, ഫയർബോൾട്ട്, ബോൾട്ട് തുടങ്ങിയ കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ് ODM എന്നുള്ളത്. അവർ മാത്രമല്ല, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക സ്മാർട്ട് വാച്ച് കമ്പനികളും യൂസ് ചെയ്യുന്ന ഈ മെത്തേഡാണ് ODM എന്നുള്ളത്. ഇതെന്നുള്ളത് ഈ കമ്പനികൾ ചൈനയിലെ ഷെൻസൻ സിറ്റി പോയിട്ട് ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന വാച്ചുകൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻസ് ഒക്കെ വരുത്തിയിട്ട് വാങ്ങിക്കും. എന്നിട്ട് റീബ്രാൻഡ് ചെയ്ത് വാങ്ങിച്ചിട്ട് ഇന്ത്യയിലെ മാർക്കറ്റുകളിൽ കൊണ്ടിറക്കും. ഇതാണ് ODM എന്നുള്ള മെത്തേഡ്. ഈ 2 മെത്തേഡുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടർന്ന് പോകാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ വീഡിയോയ്ക്ക് ആദ്യം മുതലേ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഒരു സ്ഥലം, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്താണ് ചൈനയിലെ ഒരു സ്ഥലം എന്നുള്ളത്. ആ ഒരു സ്ഥലം എന്നുള്ളത് ഷെൻസൻ സിറ്റിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഷെൻസൻ എന്നുള്ളത് ചൈനയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഷെൻസൻ എന്നുള്ളത്. ഹോങ്കോങ്ങിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഷെൻസൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സിലിക്കൺ വാലി എവിടെയാണെന്ന് അറിയായിരിക്കും. അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സിലിക്കൺ വാലി എന്നുള്ളത്. ഈ ഗൂഗിളിൻ്റെ, മെറ്റയുടെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സിലിക്കൺ വാലിയിലാണ്. അതുപോലെ തന്നെ ഈ ഷെൻസനെ അറിയപ്പെടുന്നത് സിലിക്കൺ വാലി ഓഫ് ഹാർഡ്വെയർസ് എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഷെൻസൻ എന്നുള്ള സ്ഥലം. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല വസ്തുക്കളും, നമ്മൾ യൂസ് ചെയ്യുന്ന പല സെൻസറുകൾ അല്ലെങ്കിൽ മൈക്രോ ചിപ്പുകൾ, നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള പല കമ്പോണൻസ്, ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന നമ്മുടെ സ്മാർട്ട് വാച്ചുകൾ അല്ലെങ്കിൽ ലൈറ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ പല പല കമ്പോണൻസ്, അല്ലെങ്കിൽ ടിവിയുടെ പല പല കമ്പോണൻസ്, ടിവിയുടെ ഡിസ്പ്ലേ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഷെൻസനിലാണ്. ഇപ്പോൾ ഷെൻസനിലുള്ള കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുക മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന പല ഉപകരണങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഐഫോൺ ആയിക്കോട്ടെ, പ്ലേ സ്റ്റേഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഐഫോണിൻ്റെ എടുക്കുകയാണെങ്കിൽ ഐഫോൺ റിലീസ് ചെയ്യുന്ന മജോറിറ്റി പാർട്ട് ഫോണുകളും അസംബിൾ ചെയ്യുന്നത് ഷെൻസനിലെ ഫോക്സ്കോൺ എന്ന് പറഞ്ഞൊരു കമ്പനികളിലൊന്നാണ്. പിന്നെ പ്ലേ സ്റ്റേഷൻസ് അവരുടെ മജോറിറ്റി പാർട്ടും അസംബിൾ ചെയ്യുന്നത് ഷെൻസനിലാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, പല ടെക് ഉപകരണങ്ങൾ റിലീസ് ചെയ്യുന്ന പല പല കമ്പനികളുടെ, ഒരുപാട് കമ്പനികളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നൊരു സ്ഥലം കൂടാണ് ഷെൻസൻ എന്നുള്ളത്. ഇപ്പോൾ DJI എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ മാനുഫാക്ചറിങ് റിലീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് DJI എന്നുള്ളത്. പിന്നെ അതല്ലാണ്ട് ഹുവാവേ എന്നുള്ള കമ്പനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് സ്മാർട്ട് ഫോണുകൾ മാനുഫാക്ചർ ചെയ്യും. ഇപ്പോൾ ഹോണർ ഒക്കെ ഹുവാവയുടെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ അവർ വളരെ ആക്റ്റീവായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ളവരാണ്. പിന്നെ BYD എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ BYD എന്നുള്ളത്. BYDയുടെ പേരിൽ ചൈനയിലെ ഒരു സിറ്റി തന്നെയുണ്ട്. പിന്നെ ടെൻസെന്റ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അത് ഈ ഗെയിമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്.
ഇങ്ങനെ നിരവധി കമ്പനികളുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സും കൂടാണ് ഷെൻസൺ എന്നുള്ളത്. പിന്നെ നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്നതാണ് BSNL, എയർടെലിൻ്റെ ഒക്കെ സിമ്മുകൾ. ഈ വീഡിയോ കാണുന്ന മജോറിറ്റി ഓഡിയൻസ് ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള BSNL സിം ആയിരിക്കും, അല്ലെങ്കിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന BSNL സിം ആയിരിക്കും. അല്ലെങ്കിൽ പലരും എയർടെലിൻ്റെ സിമ്മുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നവരെ കാണും. ഈ BSNL എയർടെലിൻ്റെ ഒക്കെ മജോറിറ്റി വേണ്ട കാര്യങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ZTE എന്ന് പറഞ്ഞൊരു ഷെൻസണിലുള്ള ഒരു കമ്പനിയാണ്. ഈ ZTE ഒരു മെയിൻലി അവരൊരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവരുടെ സബ് ബ്രാൻഡുകളാണ് റെഡ് മാജിക് എന്ന് പറഞ്ഞൊരു ഗെയിമിങ്ങിന് വേണ്ടി തന്നെയായിട്ടുള്ള ഒരു ഫോണുണ്ട്, പിന്നെ നൂബിയ എന്ന് പറയുന്ന ഫോൺ കമ്പനിയുണ്ട്. ZTEയുടെ സബ് ബ്രാൻഡുകളാണ്. അടുത്തത് TCL ടെക്നോളജിയാണ്. TCL എന്നുള്ളത് ഒരുപാട് ടിവികളും സ്മാർട്ട് ടിവികളും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. പിന്നെ അവരാണ് പല പല ഫോൺ കമ്പനികൾക്കൊക്കെ ഡിസ്പ്ലേകൾ, ഇപ്പോൾ LCD ഡിസ്പ്ലേകളും OLED ഡിസ്പ്ലേകളൊക്കെ അവരാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ഉള്ളത് ഷെൻസണിലാണ്. പിന്നെ വീട്ടിൽ വൈഫൈ ഒക്കെ ഉള്ളവർക്കറിയാം TP ലിങ്ക് എന്നുള്ള, അവരുടെ മിക്കവരുടെ വീട്ടിലിരിക്കുന്ന TP ലിങ്കിൻ്റെ റൗട്ടറുകളായിരിക്കും. അവർ നെറ്റ്വർക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് TP ലിങ്ക് എന്നുള്ളത്. ഇത്രത്തോളമാണ് ഷെൻസൺ സിറ്റിയെ പറ്റി പറയാനുള്ളത്. ഇനിയും പറയാനുള്ളത്, നമ്മൾ ആദ്യം OEM മെത്തേഡ് എന്താണെന്ന് പറഞ്ഞിരുന്നു. OEM മെത്തേഡ് യൂസ് ചെയ്ത് സ്മാർട്ട് വാച്ചുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളാണ് ആപ്പിള്, ഷവോമി, ഹുവാവി, ഗാർമിന്, സാംസങ്, നത്തിങ് തുടങ്ങിയ കമ്പനികൾ. ഇതിൻ്റെ അകത്ത് നത്തിങ്, പിന്നെ ഗാർമിന്, ഷവോമി, ഹുവാവി, ആപ്പിളിൻ്റെ ഒരു മജോറിറ്റി പാർട്ട് സ്മാർട്ട് വാച്ചുകളും മാനുഫാക്ചർ ചെയ്യുന്നത് ഷെൻസണിലാണ്. ഈ ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച് മാനുഫാക്ചർ ചെയ്യുന്നത് ലക്ഷ്യ പ്രിസിഷൻ എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അത് ഷെൻസണിലുള്ള കമ്പനിയാണ്. പിന്നീട് വിയറ്റ്നാമിലും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ നോയിഡ, ആന്ധ്രാപ്രദേശ്, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവരുടെ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറികൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ടുള്ളത് ODM എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ള ബ്രാൻഡുകളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ, ആമസോണിലായിക്കോട്ടെ, ഇവിടെയൊക്കെ നോക്കുന്ന മജോറിറ്റി നമ്മളവിടെ കാണുന്ന കമ്പനികളും ODM മെത്തേഡ് യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളാണ്. ഇപ്പോൾ ആയിക്കോട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് വാച്ചുകൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ് നോയ്സ് എന്നുള്ളത്. ഇന്ത്യയിൽ മാർക്കറ്റ് ഷെയർ വരുന്നത് 29.4%. സ്ഥാനത്തുള്ളത് ബോട്ട് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ മാർക്കറ്റ് ഷെയർ വരുന്നത് 14.1% അവരുടെ മാർക്കറ്റ് ഷെയർ വരുന്നത്. അടുത്ത 3-ാം സ്ഥാനത്തുള്ളത് ഫയർബോൾട്ട് എന്ന് പറയുന്ന കമ്പനിയാണ്. അവരുടെ മാർക്കറ്റ് ഷെയർ വരുന്നത് 9.4% എന്നുള്ളതാണ് അവരുടെ മാർക്കറ്റ് ഷെയർ വരുന്നത്. ഈ കമ്പനികളൊക്കെ ODM എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഈ ഇന്ത്യൻ കമ്പനികൾ ODM മെത്തേഡ് ഉപയോഗിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് വരെയായിരുന്നു. 2026 വരികയാണെങ്കിൽ കാര്യങ്ങൾക്ക് കുറച്ച് മാറ്റമുണ്ട്. ഇപ്പോൾ നോയ്സ് അവരുടെ 90% സ്മാർട്ട് വാച്ച് മാനുഫാക്ചറിങ്ങുകളും ഇന്ത്യയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിൽ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നോയ്സിൻ്റെ 90% വരുന്ന സ്മാർട്ട് വാച്ചുകളും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ബോട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ 75% സ്മാർട്ട് വാച്ചുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഹരിയാന, നോയിഡ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇതാണ് 2026 വരുമ്പോഴുള്ള സ്മാർട്ട് വാച്ചുകളുടെ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്നുള്ളത്. ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലേക്ക് മാറ്റുന്നുണ്ട്, ഒരുപാട് ഫാക്ടറികൾ ഇന്ത്യയിൽ തുടങ്ങുന്നുമുണ്ട്. വീഡിയോയുടെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിലേക്ക്, ഈ സ്മാർട്ട് വാച്ചുകളും ഇതുപോലുള്ള ടെക്നോളജി ഉപകരണങ്ങളൊന്നും ആദ്യമായിട്ടല്ല ODM എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇറക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ പണ്ട് കാലത്ത്, അല്ലെങ്കിൽ 2010 മുതൽ 16-17 വരെയുള്ള കാലയളവിൽ അന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഫോണുകൾ വിറ്റുകൊണ്ടിരുന്ന കമ്പനികളാണ് കാർബണ്, മൈക്രോമാക്സ്, പിന്നെ ലാവ തുടങ്ങിയ കമ്പനികൾ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്ന മൈക്രോമാക്സ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ മൈക്രോമാക്സിനെ കാണാൻ പോലും ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ കാലം കൂടി ഈ മൈക്രോമാക്സ് എന്നുള്ള പേര് കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിലൂടെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മൈക്രോമാക്സ് ഒക്കെ ഈ 3 കമ്പനികളും ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ചൈനയിൽ ചെന്ന് അവിടെ പിന്നെ ODM എന്നുള്ള മെത്തേഡല്ല ഉപയോഗിക്കുന്നത്. ODM എന്നുള്ള മെത്തേഡിന് പിന്നെ കസ്റ്റമൈസേഷൻസ് പിന്നെ ഇനേബിൾഡ് ആണ്. ഇന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞാൽ അവർ വരുത്തി കൊടുക്കും. പക്ഷെ വൈറ്റ് ലേബിൾ എന്ന് പറഞ്ഞാൽ, ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലും, ആ സാധനം എടുക്കും, പേര് മാറ്റും, ഇന്ത്യയിലേക്ക് കൊണ്ടിറക്കും. ഈ പരിപാടിയായിരുന്നു മൈക്രോമാക്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 2017 ആയപ്പോഴത്തേനും ഈ ഷെൻസണിൽ ഫോണുകൾ മാനുഫാക്ചർ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികൾ തന്നെ ചിന്തിച്ചു, എന്തുകൊണ്ടെന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, പിന്നെ ഞങ്ങൾ തന്നെ എന്തുകൊണ്ട് ഇന്ത്യയിൽ പോലുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ഫോണുകൾ റിലീസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇവിടെ ഓപ്പോയും വിവോയും ഷവോമി തുടങ്ങിയ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ ആ കമ്പനികളൊക്കെ വന്നതോടെ കാർബൺ, മൈക്രോമാക്സ്, ലാവ ഇപ്പോൾ പിന്നെ ഫോണുകൾ ഇറക്കുന്നുണ്ട്. കാർബണും മൈക്രോമാക്സും തന്നെ എന്നെന്നും ഇല്ലാത്ത രീതിയിലേക്ക് അവരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം കുറേ പ്രശ്നങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക്, എൻ്റെ ഇപ്പം നരേഷനിലായാലും ഒരുപാട് മാറ്റങ്ങൾ തന്നെ
വരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ കൂടെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുമെന്നുള്ള പ്രതീക്ഷയോടെ ഇടുകയാണ്. എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അടുത്തടുത്ത് ഇനിയും വരുന്ന വീഡിയോയിലേക്ക് എനിക്ക് ആ മാറ്റങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ സീ യു സൂൺ or see you in the next video. Bye.